നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഞാൻ എത്തിച്ചേർന്ന സമയം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഏതാണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യം അനുസരിച്ച് ഈ നിയോജക മണ്ഡലത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് ആമുഖമായി പറയുകയാണ്. ഗുരുവായൂർ എന്ന് പറയുന്നത് അന്തർദേശീയമായി അറിയപ്പെടുന്ന, ഒരുപക്ഷെ കേരളത്തിലെ ശബരിമലയോടൊപ്പം അന്തർദേശീയമായി അറിയപ്പെടുന്ന സ്ഥലമാണ് ഗുരുവായൂർ. ഈ ഗുരുവായൂരിൽ സാധാരണ ഭക്തജനങ്ങളടക്കം ഈ നാട്ടിലെ നിവാസികൾ, ഈ ഗുരുവായൂരിൽ താമസിക്കുന്ന ആളുകൾ, അവർക്ക് കുടിവെള്ളം കൊടുക്കേണ്ട ചുമതല ഇവിടുത്തെ ഭരണകൂടത്തിനുണ്ട്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുണ്ട്, ഇവിടുത്തെ MLA-ക്കുണ്ട്. ഇവിടുത്തെ ഈ ഗുരുവായൂരിൽ താമസിക്കുന്ന ജനങ്ങളുടെ വീട്ടിൽ കുടിവെള്ളം, കിണറ്റിനുള്ളിൽ കുടിവെള്ളം ഉണ്ടോ? കുടിക്കാൻ കഴിയുന്ന കുടിവെള്ളം കിണറ്റിലുണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇവിടെ മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളോടും ചോദിക്കുന്നു, രണ്ട് മുന്നണികളോടും ചോദിക്കുന്നു, ഇവിടുത്തെ കിണറ്റിലെ, ഈ ടൗണിലെ കിണറ്റിലെ, ഗുരുവായൂർ നഗരത്തിലെ കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ ഇവിടുത്തെ MLA-മാർക്കോ ഇവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ പ്രസ്ഥാനങ്ങളോ തയ്യാറാണോ? ഒരു നാട്ടിൽ നിരവധി വർഷം MLA ആയി, ആ നാട്ടിൽ നിരവധി വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കുടിവെള്ളം കൊടുക്കുക എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഇവിടുത്തെ MLA-യോട് ചോദിക്കുകയാണ്, ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ MLA-യോടും ഇതിനു മുമ്പുണ്ടായിരുന്ന MLA-യുടെ പാർട്ടിയോടും ചോദിക്കുകയാണ്, ഇതാണോ കുടിക്കേണ്ടത്? ഈ വെള്ളമാണോ കുടിക്കേണ്ടത്? പറ. ഒരു കിണറ്റിൽ നിന്ന് ഞാൻ ഊരിയെടുത്ത ഒരു സാധാരണ കുടുംബത്തിലെ, ഇവിടുത്തെ ഈ നഗരത്തിനുള്ളിലുള്ള ഒരു വീട്ടിലെ കിണറ്റിൽ നിന്ന് ഞാൻ എടുത്ത വെള്ളമാണിത്. ഇനി ഈ റിപ്പോർട്ട്, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗുരുവായൂർ എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ബാക്ടീരിയ നിറഞ്ഞ ഇവിടുത്തെ വീടുകളിലെ ഏതാണ്ട് 10-25 വീടുകളിലെ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷം ഇവിടുത്തെ വീടുകളിൽ ബാക്ടീരിയ നിറഞ്ഞിട്ടുള്ള കുടിവെള്ളമാണ് ഉള്ളത് എന്നുള്ളതിന്റെ റെക്കോർഡാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ സമർപ്പിച്ചിട്ടുള്ളത്. ഇത് ഈശ്വരി സൂര്യ മാധവൻ, നോക്കൂ നിങ്ങൾ, ഇത് BJP-ക്കാരുണ്ടാക്കിയതല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ്. നിഷേധിക്കാൻ പറ്റുമോ റിപ്പോർട്ട്? മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കണമെന്ന് തൃശ്ശൂർ കളക്ടറോട് ആവശ്യപ്പെട്ട വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏറ്റവും മാരകമായ പ്രശ്നമാണ് ഇത്. കുടിവെള്ളം കൊടുക്കാത്തവർക്ക് വോട്ട് കൊടുക്കണോ? ഒരു ദേശത്തിലെ, ഒരു സമാജത്തിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ബാക്ടീരിയ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനങ്ങളുടെയും മാലിന്യങ്ങൾ തോട്ടിലേക്ക് തുറന്നുവിട്ട് അത് സംസ്കരിക്കാതെ, അത് സംസ്കരണം നടത്താതെ ഈ വഴിക്ക് പോയി വീടുകളിൽ മുഴുവൻ കയറുകയാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ചാവക്കാട് 50 ലക്ഷവും അതുപോലെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ചാവക്കാട് ടൗണിൽ കടപ്പുറത്ത് ഞാൻ ഇന്നലെ പോയപ്പോ ദ്വാരക ബീച്ചിൽ എഴുതി വച്ചിരിക്കുന്നു കുടിവെള്ള പദ്ധതി. നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടല്ലോ, വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള കുടിവെള്ള പദ്ധതി. ടാപ്പ് തുറന്നാൽ വായുവാണ്, വെള്ളമില്ല. പട്ടി വെച്ച് കിടക്കണം അതിനുള്ളിൽ. എവിടെ MLA?
എവിടെയാണ് ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ വ്യവസ്ഥ? ഏങ്ങണ്ടൂരിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഉപ്പുവെള്ളം കിട്ടുക. ഞങ്ങള് ഉപ്പുവെള്ളത്തിനെതിരെ, സാധാരണക്കാരന് കുടിക്കാൻ കിട്ടുന്ന വെള്ളം ഉപ്പുവെള്ളമായതുകൊണ്ട് ഒരു ദണ്ഡി മാർച്ച്, സിംബോളിക്കലായിട്ടുള്ള കുടിവെള്ളമില്ലാത്തതിന്റെ, ഉപ്പുവെള്ളം കയറുന്നതിന് എതിരായിട്ടുള്ള ഒരു ദണ്ഡി മാർച്ച് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA കുടിവെള്ളത്തിനും ഉപ്പുവെള്ളത്തിനുമെതിരെ ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ വെക്കാൻ പോവുകയാണ്. അതിന്റെ തീരുമാനവും ഡേറ്റും പിന്നീട് ചുമതലപ്പെട്ടവരെ അറിയിക്കും. അപ്പൊ കുടിവെള്ളമില്ലാത്ത വീടുകളിൽ മുഴുവൻ ബാക്ടീരിയയോട് കൂടിയിട്ട്, വീടുകളിൽ മുഴുവനും ദുർഗന്ധം വമിക്കുന്ന, മൂക്കു പൊത്താതെ ഈ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആരുമില്ല എന്നാ? ഇത്രയും കാലം ജയിച്ചു പോകുന്നവർക്ക് എന്താ പരിപാടി? ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാ അന്തർദേശീയ തീർത്ഥാടനം. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് യാതൊരു താല്പര്യമില്ലാത്തവരാണ്. ഈ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക്, അത് ഏങ്ങണ്ടിയൂരായാലും ശരി, അത് വടക്കേക്കാടായാലും ശരി, അത് പുന്നയൂരായാലും ശരി, അത് കടപ്പുറമായാലും ശരി, അത് ചാവക്കാടായാലും ശരി, കുടിവെള്ളം കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇനി ഞാൻ മറ്റു 2-3 കാര്യങ്ങളോട് സൂചിപ്പിക്കാം. വടക്കേക്കാട്, അതുപോലെ തന്നെ പുന്നയൂര്, അതുപോലെ പുന്നയൂർക്കുളം, വടക്കേക്കാട് ഒരു ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, വലിയ കെട്ടിടം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയ കെട്ടിടം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കണേ, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് കൊടുക്കുന്ന പണം? കേന്ദ്ര സർക്കാരിന്റെ പണമാണ്, നരേന്ദ്രമോദി കൊടുക്കുന്ന പണമാണ്, കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുന്ന പണമാണ്, ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പണമാണ്, ആരോഗ്യ മേഖലയിൽ വികസനം ഉണ്ടാക്കാൻ കൊടുക്കുന്ന പണമാണ്. എന്തേ ഉദ്ഘാടനം ചെയ്യുന്നില്ല? എന്തേ കാരണം? എന്നിട്ട് ഉദ്ഘാടനം ചെയ്തില്ല എന്ന് മാത്രമല്ല, ലക്ഷങ്ങൾ കൊടുത്തു പണിഞ്ഞ സാധനം ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അല്ലെ, ഒരു മര്യാദയില്ലപ്പാ. അടുത്തത് പുന്നയൂർ പഞ്ചായത്ത്, പുന്നയൂര് എന്ന് പറയുന്ന പഞ്ചായത്തുണ്ട്. ആ പുന്നയൂർ പഞ്ചായത്തില് ക്രിമോട്ടോറിയം ഉണ്ട്, ശ്മശാനം, ലക്ഷങ്ങൾ കൊടുത്ത് പണിഞ്ഞ ശ്മശാനം, 1,50,00,000. അതിനകത്ത് ആകെ ബോഡി വെച്ചത് 12. ഇവിടുത്തെ പത്രമാധ്യമങ്ങളോടൊന്നും ഞാനിത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. 12 ബോഡി വർക്കില്ല, കിടക്കുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഇനി ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം, ഈ കേരളത്തിലെ പിണറായി സർക്കാരിലെ മന്ത്രിസഭയിലെ ഏറ്റവും വലിയ മാലിന്യമാണ് ഈ MP രാജേഷ്. MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി, അതൊരു മാലിന്യമാണ് വാസ്തവത്തില്. ഞാനത് പറയാൻ കാരണം എന്താ അറിയോ? MP രാജേഷ് പ്രഖ്യാപിച്ചു ചൂൽപ്പുറം, MP രാജേഷിന്റെ മാതൃകാ പദ്ധതി, ചൂൽപ്പുറം മാലിന്യ സംസ്കരണം. എന്താ ചെയ്തത്? ആളുകളെ പറ്റിക്കല്ലേ. ഞാൻ മനസ്സിലാക്കിയത്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോളൂ, ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. ആ മാലിന്യ കൂമ്പാരത്തിന്റെ മുകളിൽ മണ്ണിട്ടു, അടിയിൽ മുഴുവൻ മാലിന്യം, മുകളിൽ മണ്ണിട്ടു. 3 പ്രാവശ്യം സമരം ചെയ്ത ആളാണ്, നിരാഹാരമിരുന്ന ആളാണ് ഈ അനില്. ഇവിടുത്തെ BJP പ്രവർത്തകരുടെ പോരാട്ടം വടക്കേക്കാട് ശ്മശാനത്തിനെതിരായിട്ട്, അത് അവിടെ പൂർണ്ണമായി കാര്യങ്ങൾ ചെയ്യാത്തതിനെതിരായിട്ട്, കമ്മ്യൂണിറ്റി സെന്ററിൽ ഉദ്ഘാടനം ചെയ്തതിനായിട്ട് സമരം ചെയ്ത ആളാണ് ഈ ഇരിക്കുന്ന ആള്, ദയാനന്ദൻ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, MP രാജേഷിന്റെ മാതൃക മാലിന്യ സംസ്കരണം, മോളി പൂന്തോട്ടം, അടിയിൽ മാലിന്യം നാട്ടിലെ ജനങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകുകയാണ്. മോളിൽ മണ്ണിട്ട അടിയിൽ കൃത്യമാവോ കാര്യങ്ങൾ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മാലിന്യമാണ് MP രാജേഷ്. ഇതാണോ മാതൃകാ മാലിന്യ സംസ്കരണം? ഇതിനെയാണോ മാതൃകാ സംസ്കരണമായിട്ട് നിങ്ങൾ കാണുന്നത്?
നിരവധി കാര്യങ്ങൾ. രസമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തില് 32 ആന ചെരിഞ്ഞു. എന്താ കാരണം അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു MLA, മുൻ MLA, ഇപ്പോഴത്തെ MLA, ഭരണ സംവിധാനം 32 ആന ചെരിഞ്ഞതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? ഓഡിറ്റ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചന്ദനത്തിൽ കളവ്, വെള്ളിപ്പാത്രത്തിൽ കളവ്, കുങ്കുമത്തിൽ കളവ്, ആനക്കൊമ്പിൽ കളവ്, ശർക്കരയിൽ കളവ്. ഓഡിറ്റ് റിപ്പോർട്ടാ. അന്വേഷിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു MLA ഈ കാര്യം അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ ഒരു MLA ഈ കാര്യം അന്വേഷിക്കണോ വേണ്ടയോ? പറ. എന്തുകൊണ്ട് MLA അന്വേഷിക്കുന്നില്ല? നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അത് അന്വേഷിക്കാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതൊക്കെ അന്വേഷിക്കും. ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയും. എന്തുകൊണ്ടാണ്? ഞാൻ ഒരു കാര്യം കൂടി കൃത്യമായി ചോദിക്കാൻ ആഗ്രഹിക്കുക. ചാവക്കാട് സ്കൂളിൽ ചാവക്കാട് കൗൺസിലറായിരുന്നു തൃശ്ശൂരിലെ ഏറ്റവും പേര് കേട്ട, തൃശ്ശൂരിലെ ഏറ്റവും നല്ല CPMന്റെ സെക്രട്ടറി ആയിട്ടുള്ള, ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുള്ള, അവിടെ കൗൺസിലറായിരുന്ന, ഈ ഗുരുവായൂർ ഗുരുവായൂരുമായിട്ട് വളരെ അടുത്തുള്ള, ഗുരുവായൂരിൽ പാർട്ടിയെ വളർത്തിയ ബേബി ജോൺ മാഷി നാട്ടിലില്ലേ? ആ ബേബി ജോൺ മാഷെ എന്തേ ഇവിടെ MLA ആക്കാതിരുന്നത്? എന്തേ സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്? ഞാൻ ചോദിക്കട്ടെന്ന്. തൃത്താലേക്ക് എന്തിനാ പോയ ഒരു ചങ്ങാതി ഇവിടുന്ന്? അദ്ദേഹത്തിന്റെ വീട് എവിടെയാ? ഗുരുവായൂർ ഒഴിവാക്കി പോകണമെന്ന് തൃത്താലേക്ക്. ഞങ്ങളൊരാൾ പോയി ചോദിച്ചു, ബന്ധപ്പെട്ട ആള്. അവിടെ എനിക്ക് സീറ്റ് കിട്ടില്ല എന്നാ. അതെന്താ കാരണം? എന്തിനു തൃത്താലെ പോയി? ഗീതനെന്ന് 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പ് മുനിസിപ്പൽ ചെയർമാനായ കൃഷ്ണദാസ് ഇല്ലേ CPMന്റെ? എന്തേ ഗുരുവായൂരിൽ സീറ്റ് കൊടുക്കാത്തത്? വളരെ കൃത്യമാണ് ചില അജണ്ടകൾ. ഈ അജണ്ടകൾ ഉയർത്തി കാണിക്കാൻ ഞങ്ങൾ എന്നും തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ നാളെയും തയ്യാറാവും. ഈ അജണ്ടകൾ ഉയർത്തി കാണിക്കുക തന്നെ വേണം. ചില കാര്യങ്ങൾ ചിലർ പറയുന്നത് ശരി, ചില കാര്യങ്ങൾ ചിലത് ചെയ്യുന്നത് ശരി. വേറെ ആളുകൾ മിണ്ടാൻ പാടില്ല, വേറെ ആളുകൾ പറയാൻ പാടില്ല. ഈ സമീപനത്തോട് യോജിക്കാൻ സാധ്യമല്ല. ഗുരുവായൂർ ക്ഷേത്രം അന്തർദേശീയ തലത്തിൽ പരിപാവനമായ ഈ ക്ഷേത്രത്തിന്റെ പരിശുദ്ധി അനുസരിച്ച്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയാണ് ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ ആവാസ വ്യവസ്ഥ, ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ, ഈ ഗുരുവായൂർ മണ്ഡലത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ. ആ ഗുരുവായൂർ ക്ഷേത്രത്തെ നിഷ്കരണം തള്ളിക്കൊണ്ടാണ് ഇടതും വലതും, ഗുരുവായൂർ ക്ഷേത്രവും ആ ക്ഷേത്ര വിശ്വാസികളും ആ ക്ഷേത്ര നിവാസികളും ആ ക്ഷേത്ര പരിസരവും നിഷ്കരണം തള്ളിക്കൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനെതിരെ ശബ്ദിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട്. ആ ചുമതല നിർവഹിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ MLA, ഇവിടുത്തെ മുൻ MLA, ഇവിടെ മത്സരിക്കുന്നവർ, ഇവിടുത്തെ ഇടതും വലതും ചെയ്യുന്ന ഈ അനീതി, ഗുരുവായൂർ ക്ഷേത്രത്തോട് ചെയ്യുന്ന അനീതി, ഗുരുവായൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന അനീതി, ആ അനീതിയാണ് ഈ പത്രസമ്മേളനത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് BJP ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വെല്ലുവിളിക്കാൻ സ്ഥാനാർത്ഥികളെ നേരിട്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന്, ഈ ഗുരുവായൂർ നിവാസികളുടെ ഏതെങ്കിലും ഒരു കിണറ്റിൽ നിന്ന് ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ തയ്യാറാണോ? നാട്ടിലിറങ്ങി ചോദിക്കട്ടെന്നേ. ഇലക്ഷന് വേണ്ടി വേണമെങ്കിൽ എന്തെങ്കിലും വന്നോട്ടെന്ന് വെച്ച് പച്ചവെള്ളം കുടിക്കും. ഗോപാലകൃഷ്ണനെ തോപ്പിക്കാനല്ല. ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചില്ലേ, ഞാൻ കുടിക്കുന്നു പറയാൻ കാണിക്കും. അതല്ല, അന്വേഷിക്ക്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ അന്വേഷിക്ക്. ഒരു സ്ഥലത്ത് നമ്മൾ മത്സരിക്കുമ്പോൾ ആ സ്ഥലത്തെ ജനവികാരം നമ്മൾ പറയണം. ആ ജനവികാരമാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. എന്താണോ ഞാൻ ഇതുവരെ പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരു മാറ്റവുമില്ല. എന്താണോ ഈ മണ്ഡലത്തിൽ വന്ന് ഞാൻ ഇതുവരെ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ വികസനം, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനും ഈ ഗുരുവായൂർ മണ്ഡലത്തിലും എന്തെങ്കിലും വികസനങ്ങൾ ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി നൽകിയത് മാത്രമാണ്. ഞാൻ എണ്ണി പറയാം. നരേന്ദ്രമോദി സർക്കാരിനോട് BJPയുടെ റിക്വസ്റ്റാണ്
വാഹനം പാർക്ക് ചെയ്യല്. അതുപോലെ നാട്ടിലെ വാഹനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? നല്ല റോഡുണ്ടോ? കുടിവെള്ളം മാത്രമല്ല, നല്ല റോഡില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു അവഗണന ഒരു ക്ഷേത്രത്തോട് എന്തിനാ കാണിക്കുന്നത്? ഒരു ക്ഷേത്രത്തോട് ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? അപ്പൊ ഇതിനെതിരായ ഒരു പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം നൽകുന്ന NDA ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ പത്രമാധ്യമങ്ങളോടും പറയാനുള്ളത്, ഈ കുടിവെള്ളം, ഇതാണ് കുടിവെള്ളം, ഇതാണ് ചോദ്യം. എല്ലാ പത്രമാധ്യമങ്ങളും പറയാനുള്ളത്, നമ്മുടെ ശബ്ദം നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമാവണം. ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുള്ളത് നാട്ടിലെ ജനങ്ങളുടെ ശബ്ദമായിട്ടാണ്. ഈ ഗുരുവായൂരിലെ ജനങ്ങളുടെ ശബ്ദമാണ് ഞാൻ ഇതുവരെ മുന്നോട്ട് വെച്ചത്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏത് കാര്യത്തിലാ പരാതി പോയിട്ടുള്ള? പറഞ്ഞോ നിങ്ങളെ, ഏത് കാര്യമെന്ന് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പരാതി പോകുന്നതാണല്ലോ പറഞ്ഞേ. കാര്യങ്ങളിൽ കുറെ കാര്യമുണ്ട്, പറഞ്ഞോളൂ. വർഗീയ എന്താണ് വർഗീയ പരാമർശം നടത്തിയത്? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പറയണം. അത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായി പറയണം. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിലോ മതേതരത്വത്തിന്റെ കുപ്പായി ഇട്ടിരിക്കുന്നത്? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ ചെയർപേഴ്സൺ ആയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വനിത പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞതിന് എന്റെ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ സമയം തന്നാലേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ന്യൂനപക്ഷത്തിന്റെ സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മതമാണെന്ന്. ഷാജി പറഞ്ഞത് മതമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ. അത് വർഗീയ പരാമർശമല്ലല്ലോ. ഇനി എന്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. എന്റെ പോയിന്റിൽ ഞാൻ പറയണം. നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കും. ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയണത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? ഇത് വാക്കുകൾക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ. ചോദ്യം ചോദിച്ച പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കും. പത്രസമ്മേളനം കൊല്ലം കുറേ ഞാൻ നടത്താമെങ്കിൽ. അപ്പൊ ഈ സംവാദം ഒന്നും വേണ്ട. അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരെടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. സംവാദമാണെങ്കിൽ വലിയ ഇറങ്ങിക്കുക, നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കും. ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക. എനിക്ക് നിങ്ങൾ ഉത്തരം പറയാൻ സമയം തരുമ്പോൾ ഞാൻ പറയാം. ശരി, അപ്പൊ നിങ്ങളൊന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ആണല്ലോ, ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ഓരോ വീടുകളിൽ കയറുമ്പോൾ ഈ നാട്ടിലെ ആളുകൾ എന്നോട് ചൂണ്ടിക്കാണിച്ച കാര്യം, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു. അത് വർഗീയമല്ല, അതൊരു മതത്തിനെതിരല്ല, അതൊരു മതപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യം ഉന്നയിച്ചിട്ടല്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ ചോദ്യം ഞാൻ വീണ്ടും 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 ഊന്നി പറയുന്നു. മാറ്റമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുകയോ എനിക്കെതിരായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുകയോ ഞാൻ വർഗീയത പറഞ്ഞു എന്നോ നിങ്ങൾക്ക് പറയും, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാൻ ഊന്നി പറയുന്നു, എന്തുകൊണ്ട് 50 വർഷമായിട്ട് 1980 ശേഷം 50 വർഷമായിട്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷവും വലതുപക്ഷവും നിർത്തുന്നില്ല? ഇവിടെ എന്തുകൊണ്ട് നിർത്തുന്നില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ബൽറാമിനെ നാട് കടത്തി, ബേബി ജോൺ മാഷ്ക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, വത്സരാജിനെ കൊടുക്കുന്നില്ല, ഗീതാ ഗോപിക്ക് കൊടുക്കുന്നില്ല, കൃഷ്ണദാസിന് കൊടുക്കുന്നില്ല.
ഇത് ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഉന്നയിക്കും സാർ. അത് എന്റെ ഇഷ്ടം. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എല്ലാ കാര്യവും ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ചോദിക്കുന്നില്ലേ? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ശബരിമലയെ കുറിച്ച് പറയുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശബരിമല അയ്യപ്പനെ കയ്യിൽ പിടിച്ചുകൊണ്ട് തെരുവില് വോട്ട് ചോദിച്ചത്. ഞാനാണ് ആ കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ ആരിഫ് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കരുണാകരൻ. അദ്ദേഹം തൃശ്ശൂരിൽ ഒരു കളക്ടറെ വെക്കണം. അതൊന്നും നിങ്ങൾ പത്രക്കാരോട് ഇല്ല. നിങ്ങളില്ല, ഞങ്ങളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. ഇവിടുത്തെ പഴയ പത്രക്കാരോട് ചോദിക്കുക. എല്ലാ മാസവും 1-ാം തീയതി തൊഴാൻ വരുന്ന കരുണാകരൻ തൃശ്ശൂർ കളക്ടറെ വെച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടറെ വെക്കണം. അങ്ങനെ പറഞ്ഞ വർഗീയ പരാമർശം മുഖ്യമന്ത്രിയുടെ. കെ കരുണാകരൻ ചോദിച്ചു നോക്കും നിങ്ങള്. ഞാൻ പറഞ്ഞതിൽ നിഷേധിക്കണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പത്രക്കാരോട് ചോദിക്കേ. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഞാനുണ്ട് അവിടെ. ഞാൻ വേറൊരു കാര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയതാ. അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടർ വേണം. മുഖ്യമന്ത്രിയെ പറയുന്നത്. ഗോപാലകൃഷ്ണൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. കെ കരുണാകരൻ പറഞ്ഞ കെ കരുണാകരനോട് ഇത് വർഗീയതയാണ്, നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ലേ മുഖ്യമന്ത്രിയോട്? അപ്പൊ ചോദിച്ചൊരു പത്രക്കാരൻ, എന്താ സാർ അങ്ങനെ പറയുന്നത്? ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ, ഇരിഞ്ഞാലക്കുട ക്ഷേത്രം നിലനിൽക്കുന്നതാ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാം 1-ാം മാസവും ഞാൻ തൊഴാൻ വരുന്നതാ. അതുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു കളക്ടറെ പറ്റൂ പറഞ്ഞത് മുഖ്യമന്ത്രിയാ. ബി ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥിയെ? ജനാധിപത്യ പ്രക്രിയയാണെന്ന് അറിയാലോ. അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അല്ലെങ്കിൽ ജനപ്രതിനിധികളെ നിർത്തുന്നത് അവിടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഈ സ്ഥാനാർത്ഥികളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്തുമാത്രം ന്യായമുണ്ട്? അതിനെങ്ങനെയാണ് ഇത്ര മാത്രം ന്യായീകരിക്കാൻ കഴിയുന്നത്? നമ്മുടെ പൊതുസമൂഹം ഇത് ഉറ്റുനോക്കുന്നില്ല. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്രമാത്രം വർഗീയ പരാമർശം നടത്തുമ്പോൾ അത് കേരളത്തിൽ. സുഹൃത്തെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വർഗീയ പരാമർശം സുഹൃത്തെ ഇനി എന്നെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു മറ്റേ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞാനിപ്പോഴും പറയുന്നേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം, ഗോപാലകൃഷ്ണൻ പറയാൻ പാടില്ല. എന്തേ ഇവിടുന്ന് ബലറാമിനെ തൃത്താലയ്ക്ക് വിടുന്നത്? നിങ്ങൾ അതിന് ഉത്തരം പറ. ഞാൻ പോയി ചോദിച്ചതാണെന്ന് എന്റെ വേണ്ടപ്പെട്ട ഈ ബലറാമും ഞാൻ നമ്മളുടെ ബന്ധം എന്താ അറിയോ നിങ്ങൾക്ക്? അയാൾ ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുമ്പോ KSUക്കാരനായിരുന്നു. ഇതേ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു സമരം ഉണ്ടായിരുന്നു. ഇന്നത്തെ വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി CH റഷീദ്. ഈ CH റഷീദും ഈ ഗോപാലകൃഷ്ണനും ഒരു കൈ പിടിച്ചുകൊണ്ട് ആ സമരം നടത്തിയത്. ചോദിച്ചു നോക്ക് ഇവിടുത്തെ പത്രക്കാരോട് ചോദിക്കുക. അന്നത്തെ ജില്ലാ കളക്ടർ വന്ന് ഇവിടെ സമരം ഒത്തുതീർപ്പാൻ വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ കൈ പിടിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ. റഷീദിനോട് ചോദിക്കുക ശരിയാണോ എന്ന്. റഷീദ് എന്നെ വിളിച്ചു കൊണ്ടിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി അടുത്ത് പോയത് സംസാരിക്കാൻ. ഞങ്ങൾ എന്ത് പറയുമ്പോഴും വർഗീയ പരാമർശം. എന്ത് വർഗീയ പരാമർശം? വർഗീയത എന്ന് പറഞ്ഞ ഒരു മതത്തിനെതിരായിട്ടാണ് സാർ. ഞാൻ ഒരു മതത്തിനെതിരായിട്ടല്ല പറയുന്നത്. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നാ ചോദ്യം. അത് മതവിരുദ്ധാവണം എങ്ങനെ? വെരി വെരി കറക്റ്റ്. നല്ല ചോദ്യം. അത് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കട്ടോ, എന്നോടല്ല ചോദിക്കണ്ടേ. ഒരു ഹിന്ദു MLA ആവശ്യം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മലപ്പുറത്ത് പോയി ചോദിക്കാൻ. ആ ചോദ്യത്തിന് ഉത്തരം മലപ്പുറത്ത് ചോദിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് അവിടെ പോയി ചോദിക്ക്. ഇതേ ചാനല് അവിടെ പോയി ചോദിക്ക്. അപ്പൊ അവർ ഉത്തരം പറയും. ശരി, അടുത്ത എന്താ ചോദിച്ചാ പറഞ്ഞോ. അതിന്റെ പേര് തന്നെ മതമല്ലേ സാർ? അതിന്റെ പേര് തന്നെ മതമല്ലേ? അതിനുള്ള ചിഹ്നം മതമല്ലേ? മതം മാത്രമായതിനെ മതേതരത്വം എന്ന് പറയാ. മതേതരത്വം മാത്രമായതിനെ മതം എന്ന് പറയുന്ന വിരോധാഭാസമാണ് ഇവിടെയുള്ളത്. സത്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ വർഗീയത കാണിക്കുന്നവര് മതേതരത്വവാദികള് തുറന്നു പറയും. അതിന്റെ പേരിൽ ആര് പരാതി കൊടുത്താലും, അതിന്റെ പേരിൽ ആരെതിർത്താലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല. ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ പോവാം തിരിച്ച്. അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഇത്ര നേരം നിങ്ങൾ ചോദിച്ചാൽ ഞാനാ ഉത്തരം പറഞ്ഞു. ഇനി നിങ്ങൾ ഉത്തരം പറയണം. ഈ ചാവക്കാട് ജംഗ്ഷനിലെ ഒരു മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ യാത്രയുണ്ടാണ്. ആ യാത്ര ചാവക്കാട് വന്നു നിന്നപ്പോൾ ഇവിടുത്തെ MLA അടക്കം ഇവിടുത്തെ സകല മത്സരാർത്ഥികളും, ഇന്നത്തെ ജില്ലയിൽ മത്സരിക്കുന്ന പല ആൾക്കാരും, മണലൂരടക്കം മത്സരിക്കുന്ന ആളുകൾ ക്യൂ ആയിരുന്നു അതിന് മുമ്പിൽ ഒന്ന് കയറിയിരിക്കാൻ. നേരിട്ട് കണ്ടയാളാണ് ഞാൻ. നേരിട്ട് കണ്ടയാളാണ് ഞാൻ. മത്സരമാണ്. അദ്ദേഹം വരാൻ വൈകി, വെയിലത്ത് ഉരുകിയിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, തൊട്ടപ്പുറത്താണ് കുംഭമേള നടന്നത്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ നിങ്ങൾ മതേതരവാദികളാണല്ലോ ഇവിടെ ഉള്ളവരെല്ലാം. ഗോപാലകൃഷ്ണൻ മാത്രം വർഗീയത പറയാ. തൊട്ടപ്പുറത്തെ കുംഭമേള ഒരാൾ കടന്നു നോക്കിയോ? വിളിച്ചില്ല എന്ന് പറയരുത്, വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സകല നേതാക്കന്മാരെയും ഒരാള് തിരിഞ്ഞു നോക്കിയോ? എന്തേ ഉത്തരം പറ. ഇതാണോ മതേതരത്വം? ഇതാണ് മതേതരത്വമെങ്കിൽ ഈ ഞങ്ങളുടെ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥം. ഞാൻ മുസ്ലിമിനെ അല്ലല്ലോ പറഞ്ഞ സാർ. നിങ്ങൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം മനസ്സിൽ വെച്ചോ. ഗോപാലകൃഷ്ണൻ മുസ്ലിമിനെ എല്ലാം സംസാരിച്ചേ, രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ സംസാരിച്ചേ. ഞാനിവിടുത്തെ മുസ്ലിങ്ങളോടല്ല സംസാരിച്ചേ, രാഷ്ട്രീയ പാർട്ടിയോടാ. ആ വർത്താനൊന്നും പറയണ്ട. തെറ്റുണ്ടായിക്കോട്ടെ. നിങ്ങൾ അതെ ഞാന് സാറേ ഒരു കാര്യം നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, അതിനൊരു മറുപടി പറ സാർ. 1970 ഞാൻ അങ്ങോട്ട് പറയാൻ ഒരു മറുപടി ചോദിച്ചല്ലോ. നിങ്ങൾ ചോദിക്കുക ചെയ്യണ്ട, പറയല്ല. ഞാനത് മറുപടി പറയട്ടെ. ഞാൻ ഒരാളുടെ ചോദ്യം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താണെന്നുള്ള ആദ്യം തന്നെ പഠിച്ചിട്ട് ചോദിക്കണം. പഠിക്കാതെ വായി തോന്നി ചോദിക്കരുത്. 1980 ശേഷം എന്നൊരു വാക്കാ ഞാൻ പറഞ്ഞത്. അരനൂറ്റാണ്ട് കാലം എന്നാ. നിങ്ങൾ പോയിട്ട് 1947 ചരിത്രം കൊണ്ടുപോവാ. ഞാൻ 1980 പറഞ്ഞാൽ നിങ്ങൾ ഇതിന് 60 പറയണേ. ഞാൻ 1980 പറഞ്ഞാൽ 80 പറ. അല്ല ഈ ഇരിക്കുന്ന ഓരോ പത്രമാധ്യമം കൂടി ഇപ്പൊ ചോദിക്കുക. 1980 ശേഷം അരനൂറ്റാണ്ട് വർത്താനം പറയരുത് എന്നോട് കേട്ടോ. നിങ്ങളെ ഒരു മിനിറ്റ് വേണം നിൽക്കുന്നത്. നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കുമ്പോഴേ ചോദ്യം പഠിച്ചിട്ട് ചോദിക്കണം. ന്യൂസ് മലയാളത്തിന്റെ ആളല്ലേ, ഒന്ന് ന്യൂസ് മലയാളത്തിലെ എഡിറ്ററോട് സംസാരിക്കും. മനസ്സിലായില്ലേ? ചോദ്യം ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് ചോദിക്കണം. അരനൂറ്റാണ്ട് കാലം എന്നാ ഞാൻ പറഞ്ഞത്. 1980 ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, നാളെയും പറഞ്ഞു. അപ്പൊ തെറ്റ് നിങ്ങൾക്ക് പറ്റിയത്. തെറ്റ് നിങ്ങൾക്ക് പറ്റിയ സമ്മതിച്ചോ? തെറ്റ് നിങ്ങൾക്ക് സമ്മതിച്ചു. ഞാൻ 80 ശേഷം പറയുമ്പോ നിങ്ങൾ 80 മുമ്പ് പറയണ്ട. ഞാൻ പറയാം. 1980 മുമ്പ് ഇത്ര വർഗീയത ഉണ്ടായിരുന്നില്ല. 1980 ശേഷം വർഗീയത ഉണ്ടാക്കിയത് അതാണ് ഈ ഇടതുപക്ഷം വലതുപക്ഷം. ആദ്യം പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് ചോദിക്കാം. വേറെ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ ആദ്യം നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞു. നിങ്ങൾ ആദ്യം പോയി പഠിച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പഠിച്ചിട്ട് ചോദിക്കും മിസ്റ്റർ. വെറുതെ വേറെ ഇല്ലാതെ സംസാരിക്കല്ലേ. പെരുമാറ്റച്ചട്ടമൊക്കെ നിങ്ങൾ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരിട്ട് വന്നു പറഞ്ഞല്ലേ. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യമാണ്. ഞാൻ തർക്കിക്കാൻ വന്നല്ല. ചോദ്യം ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് വരാം. വായിക്കൊന്നും പറയരുത്. ശരി, പറയൂ. ഞാൻ ഇതുവരെ ചോദിച്ച പെരുമാറ്റച്ചട്ടമല്ലല്ലോ. വസ്തുതാപരമായി ഗോപാലകൃഷ്ണൻ തെറ്റെന്നല്ലേ പറഞ്ഞേ. വിവരമില്ലാതെ സംസാരിക്കല്ലേ കേട്ടോ. ഗോപാലകൃഷ്ണൻ കുറെ കാലം ഇതൊക്കെ കണ്ടു തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ വേറെ വല്ല ആൾക്കാരുടെ അടുത്ത് പോ. ഒല്ലൂര് ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെയാണ് NDA സ്ഥാനാർത്ഥി. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങയെ ഗുരുവായൂർക്ക് അവിടുന്ന് ഓടിച്ചു വിട്ടതാണോ? എങ്ങനെയാണ്? ഇപ്പൊ ഇവിടുന്ന് ബലറാമിന്റെ കാര്യം പറഞ്ഞതുപോലെ അങ്ങയെ അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയതാണോ? എന്തിനാണ് അവിടെ എറണാകുളത്തുള്ള ബിജോയ് തോമസിന്റെ സ്ഥാനാർത്ഥി? എനിക്ക് വാസ്തവത്തില് എനിക്ക് നിങ്ങളോടൊക്കെ ഒരു വിഷമമുണ്ട്. എന്താ കാര്യം? ഒരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കാതെ ചോദ്യം ചെയ്യാൻ വരുന്നത്. ഈ ബിജോയ് തോമസ് എറണാകുളത്താണ്. നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്റെ പൊന്നു ചേട്ടാ, ബിജോയ് തോമസ് ഒല്ലൂരുകാരനാ. ഒല്ലൂർ ഇൻചാർജ് ആയിരുന്നു അയാള്. ഞാൻ ഒല്ലൂര് മത്സരിക്കുമ്പോൾ ഇൻചാർജാണ്. എനിക്ക് ഒല്ലൂര് വീടുണ്ട്, എനിക്ക് ഒല്ലൂര് വോട്ടുണ്ട്. നിങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ചിട്ട് പറയും. എവിടെ ഒല്ലൂര്? എന്റെ ഈ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്
മറ്റേ കേന്ദ്ര നേതൃത്വം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അവർ തീരുമാനിച്ചിട്ടുണ്ടാവും ഗോപാലകൃഷ്ണനാണ് ഈ കാര്യങ്ങൾ പറയാൻ ബെസ്റ്റ്, ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ പറയാൻ ബെസ്റ്റ് ഗോപാലകൃഷ്ണനാണ് ഈ ഗുരുവായൂർ അത് വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ കൊല്ലൂരിൽ മന്നാമംഗലത്താണ് അദ്ദേഹം താമസിക്കാൻ. അദ്ദേഹത്തിന്റെ വീട് അതാണ്, ബേസ് വീട് അതാണ്. അദ്ദേഹത്തിന്റെ ബേസ്, അദ്ദേഹത്തിന്റെ ഭാര്യ വീട്, അദ്ദേഹത്തിന്റെ കുടുംബ വീട്, അദ്ദേഹത്തിന്റെ തറവാട് വീട് എല്ലാം അവിടെയാണ്. ഇനി അത് മാത്രമല്ല ഒല്ലൂരിൽ അദ്ദേഹം നേരത്തെ മറ്റേ അസംബ്ലി മത്സരിച്ച ആളാണ്. ഞാൻ ഇത്തരം പറഞ്ഞ അയാൾ താമസിക്കുന്ന എവിടെയാന്ന് പറഞ്ഞാൽ പിന്നെ ബേസ് അയാളുടെ തറവാടും അയാളുടെ താമസവും എല്ലാം അവിടെയാണ്. ശരി, വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ. അറിയിക്കും. ഓ മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ ഒരു ഹിന്ദു കാൻഡിഡേറ്റ് ഇവിടെ വന്നില്ല എന്നൊരു പരാമർശം നടത്തുമ്പോ അന്ന് ആ ഒരു സംഭവം ഇവിടുത്തെ ജനങ്ങളോട് മാറി പറയണമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം വിഭാഗം എത്തിയിട്ടുണ്ട്. ഇപ്പോ അതിനെ കുറിച്ചൊന്ന് പറയൂ. ഞാൻ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല ആരാ പറഞ്ഞത്. അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയാം. ഏതോ ഒരാള് BJP പ്രവർത്തിച്ചിരുന്ന ആള്, ഞാൻ പറയട്ടെ ഏതോ ഒരാള് BJP പ്രവർത്തിക്കുന്ന ആള്, BJP കാരനിൽ നിന്ന് തല്ലി കിട്ടി ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട ആള്, അയാൾ വേറെ എവിടെ ഇരുന്നിട്ട് ഗോപാലകൃഷ്ണൻ മാപ്പ് പറഞ്ഞ അതൊന്നും ഞാൻ എടുക്കുന്ന വിഷയമില്ല, അതിനൊന്നും ഉത്തരവില്ല. വിട്ടളെ, ഞാൻ പറഞ്ഞല്ലോ അതിനൊന്നും ഞാൻ അതിനൊന്നും ചെവിക്കൊള്ളാൻ ഉദ്ദേശമില്ല. ഓക്കെ, എന്റെ പരിപൂർണമായ വിശ്വാസം ഗുരുവായൂരിൽ ഈ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാത്തത്, ഗുരുവായൂരിൽ വരുന്ന ഭക്തന്മാരെ നിഷ്കരണം ഭക്തന്മാരോട് കാണിക്കുന്ന സമീപനം, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യമടക്കം ഇവിടെ കാണിക്കുന്ന എല്ലാം ബോധപൂർവമായ ഗുരുവായൂർ ക്ഷേത്രത്തോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്നാണ് അതിശക്തമായി ഞാൻ പറയുന്നത്. ഇവിടുത്തെ പത്രപ്രവർത്തകനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞ തെറ്റാണോ ശരിയാണോ പറ. ഈ ഇവിടെ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുണ്ടാക്കിയ റിപ്പോർട്ടല്ല, ഇത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാം. ജില്ലാ കളക്ടറോട് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കണം നഗരസഭയ്ക്കെതിരെ എന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം. ആ 3 ഉത്തരം നിങ്ങൾ പറ. എന്നിട്ട് മികച്ച നഗരസഭയ്ക്ക് കൊടുക്കാം. മികച്ച നഗരസഭയ്ക്ക് മാത്രമല്ല, വേടന് സ്വാതന്ത്ര്യം എന്തോ ഒരു മികച്ച പാട്ട് എഴുതിയത് കൊടുത്തല്ലോ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ വികാരങ്ങൾ ഓരോ സമയത്തുണ്ടാവും. ചിലത് കാണുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും, എനിക്ക് തെറ്റില്ല. വേടന് കൊടുത്തത് നല്ലതാണ്, വേറൊരാൾക്ക് കൊടുത്തത് നല്ലതാണ്, നഗരസഭയ്ക്കും കൊടുത്തത് നല്ലതാണ് എന്ന് വെച്ച് എനിക്ക് എൻ്റെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുണ്ടോ? ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം സൂചിപ്പിക്കണ്ട എന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ സൂചിപ്പിക്കുന്നു. ഇത് ശരിയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക, ശരിയല്ലെങ്കിൽ ഉപേക്ഷിച്ചേക്ക്. ഞാനിത് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ നരേന്ദ്രമോദിയുടെ വികസനം, നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വികസനമല്ലാതെ ഒരു നഗരസഭയും ചെയ്തിട്ടില്ല. നരേന്ദ്രമോദിയോടാണ് ഗുരുവായൂരിലെ ജനങ്ങൾ നന്ദി പറയേണ്ടത്, ഗുരുവായൂരിലെ ഭക്തന്മാർ നന്ദി പറയേണ്ടത്, ഗുരുവായൂരിലെ നിവാസികൾ നന്ദി പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് പറയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ജയിച്ചാൽ ഈ കുടിവെള്ളത്തിന് ഈ നാട്ടിലെ നഗരവാസികളുടെ, ഈ നാട്ടിലെ ഏങ്ങണ്ടൂർ പഞ്ചായത്തിലെ, പുന്നൂർ പഞ്ചായത്തിലെ, പുന്നൂർക്കുളം പഞ്ചായത്തിലെ, ചാവക്കാട് പഞ്ചായത്തിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. ഞാൻ മത്സരിക്കുന്ന MP അല്ല, ഞാൻ പരിഹരിക്കും. ഇതാണ് എന്റെ അത് നിങ്ങൾ നേരിട്ട് MP ചോദിച്ചു. പിന്നെ അതിന് ശേഷം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ താങ്കൾ ഒരു കടലാസിൽ തന്നാൽ ഞാൻ ചെയ്തിരിക്കും. ശരി, നമസ്കാരം.
ഹലോ, മക്കളുടെ പേരെന്താ?